ഹായ് ഹലോ ക്രാഫ്റ്റ് സ്പാരോ എന്ന് ഫിബിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്പം സ്പെഷ്യലാണ് കേട്ടോ. കാരണം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന 2 ഓർഡറും കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. കസ്റ്റമൈസ്ഡ് റിംഗ് ആൽബവും അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് കലണ്ടറുമാണ് ഇന്നത്തെ നമ്മുടെ ഓർഡേഴ്സ്. ഓവർ ഇൻട്രോ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വർക്കിംഗ് ഡേ അല്പം ഹറിബറിയാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന കലണ്ടറിൻ്റെ ഓർഡർ നാളെ ഡെലിവറി ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ റിംഗ് ആൽബം നമുക്ക് മറ്റന്നാളും കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് രണ്ടിൻ്റെയും വർക്ക് ഇന്ന് തന്നെ തീർക്കണം. നമ്മുടെ കലണ്ടറിൻ്റെ സൈസ് നമ്മൾ സെറ്റ് ചെയ്തത് A5 സൈസായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ റിംഗ് ആൽബത്തിലെ ഓരോ ഫോട്ടോസും നമ്മൾ 5:3 എന്ന റേഷ്യോയിൽ ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തത്. നമുക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സെറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് പ്രിൻറ്റിങ് ഷോപ്പിലേക്ക് മെയിൽ ചെയ്തു. ശേഷം നമ്മൾ ആക്സസറി ഷോപ്പിലെത്തി നമുക്ക് 2 വർക്കിനും ആവശ്യമായിട്ടുള്ള റിങ് ഒരു 3 എണ്ണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 റിങ് എടുത്തു കേട്ടോ. കലണ്ടറിൻ്റെ സ്റ്റാൻഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചാർട്ടും എടുത്തു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ടേബിളിന് മുകളിൽ വെച്ച് ഒട്ടും സമയം കളയാതെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വർക്കിലെയും പോലെ തന്നെ ഈ വർക്കിലും നമുക്ക് ഒരുപാട് ഫോട്ടോ പ്രിൻ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് വർക്ക് പ്രിൻ്റ് കട്ട് ചെയ്ത് കറക്റ്റ് സൈസിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരുന്നു. അങ്ങനെ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തത് നമുക്ക് നാളെ ഡെലിവറി ചെയ്യേണ്ട കലണ്ടറിൻ്റെ പ്രിൻ്റായിരുന്നു. കലണ്ടറിൻ്റെ പ്രിൻ്റൊക്കെ കറക്റ്റ് സൈസിന് അത്യാവശ്യം വൃത്തിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അടുത്ത ഘട്ട പണി എന്ന് പറയുന്നത് നമുക്ക് കലണ്ടറിൻ്റെ സ്റ്റാൻഡ് നമുക്ക് മേക്ക് ചെയ്യണം. അങ്ങനെ ഇത്രയും പെട്ടെന്ന് കലണ്ടർ സ്റ്റാൻഡും മേക്ക് ചെയ്തു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കലണ്ടറിൻ്റെ സ്റ്റാൻഡും മേക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ സ്റ്റാൻഡിൻ്റെ പണിയൊക്കെ തീർന്നതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് സ്റ്റാൻഡിലുള്ള റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാൻ നമ്മൾ ഓരോ ലീഫിലും കറക്റ്റ് അലൈൻമെൻറ്റിൽ ഹോൾ ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത 12 ലീഫിലും നമ്മൾ ഹോൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളങ്ങനെ എടുത്തിരിക്കുന്ന 12 ലീഫിലും നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റിൽ തന്നെ ഹോളിട്ടെടുത്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ കലണ്ടറിൻ്റെ സ്റ്റാൻഡിലേക്ക് നമ്മുടെ ഓരോ ലീഫും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അറ്റാച്ച്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ലീഫും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ റിംഗ് ആൽബത്തിൻ്റെ വർക്ക്. ആൽബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രിൻറ്റും കറക്റ്റ് സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻറ്ററിലായിട്ട് ടോപ്പിൽ സെൻറ്ററിലായിട്ട് നമുക്ക് ആ റിങ് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 3 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ 5 ഇഞ്ച് ഹൈറ്റും ആയിരുന്നു നമ്മൾ ആൽബത്തിൻ്റെ സൈസായിട്ട് എടുത്തത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ പഞ്ചർ ഉപയോഗിച്ച് ഹോള് പഞ്ച് ചെയ്തു കേട്ടോ. നമ്മൾ പഞ്ച് ചെയ്തെടുത്തിട്ടുള്ള ഹോളിലൂടെ നമ്മൾ എടുത്തിട്ടുള്ള റിങ് അറ്റാച്ച് ചെയ്യണം. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതും അറ്റാച്ച് ചെയ്തു. അൽഹംദുലില്ലാ 2 വർക്കും നമ്മൾ ടൈംലി കംപ്ലീറ്റ് ചെയ്ത് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. മാഷാ അല്ലാഹ്
നമ്മൾ ചെയ്ത 2 വർക്കിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ഔട്ട്പുട്ടായിരുന്നു കിട്ടിയിരുന്നത്. ദെൻ ഇതാണ് നമ്മുടെ കസ്റ്റമൈസ്ഡ് കലണ്ടർ കേട്ടോ. എല്ലാ ഇയർ എൻഡിലും അത്യാവശ്യം നല്ല രീതിക്ക് ഡിമാൻഡ് വരുന്ന ഒരു കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് തന്നെയാണ് കസ്റ്റമൈസ്ഡ് കലണ്ടർ. ദെൻ അവർ സെക്കൻഡ് ഓർഡർ കസ്റ്റമൈസ്ഡ് റിംഗ് ആൽബം. റിംഗ് ആൽബവും അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രിയം നേടിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും കൊടുക്കാൻ പറ്റിയൊരു മിനിമൽ ഗിഫ്റ്റാണ് കേട്ടോ ഈ റിംഗ് ആൽബം. ദെൻ ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്ത് കൂടുക. ഇതുപോലത്തെ വെറൈറ്റി ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസിനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക.